സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന വെളിപ്പെടുത്തലാണ്. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറൂസലമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം തിരുവചനം ഈ രീതിയിൽ വെളിപ്പെടുത്തി തരുമ്പോൾ ഈ വചനങ്ങളുടെ അർത്ഥതലങ്ങൾ നമ്മളിന്ന് അന്വേഷിക്കുകയാണ്. 50-51 തിരുവചനങ്ങൾ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി നമുക്ക് നൽകുന്ന വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. എന്താണ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം അർത്ഥമാക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം അർത്ഥമാക്കുന്നത് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്നാണ്. ഉത്ഥിതനായവൻ ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നത്: എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, യേശുക്രിസ്തു. ആരോഹണം ചെയ്യപ്പെട്ട യേശുക്രിസ്തു പിതാവിൻ്റെ അരികിൽ നമുക്ക് മധ്യസ്ഥനായി സ്ഥിരമായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് വസിക്കുന്നു എന്നതിൻ്റെ വെളിപ്പെടുത്തൽ. അവൻ ഇന്നും ജീവിക്കുന്നവനാണെന്നും അവനാണ് ഏക മധ്യസ്ഥനെന്നും തിരുവചനം നമുക്ക് ഉറപ്പു നൽകുകയാണ്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആദ്യ വചനങ്ങളുടെ പ്രായോഗികമായ ചില അർത്ഥങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. യേശുക്രിസ്തു അവരെ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു. യേശുവിൻ്റെ ഈ അനുഗ്രഹം അനസ്യൂതം യുഗാന്ത്യത്തോളം തുറന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അവൻ നിരന്തരമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉത്ഥിതനായവൻ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടവൻ, അവൻ ഇന്നും ജീവിക്കുന്നത് നമ്മെ അനുനിമിഷം അനസ്യൂതം അനുഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ പറയുക: കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴെ താഴ്മയോടെ നിൽക്കുക. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കുന്ന കരം അവൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അവൻ നിരന്തരമായി നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന ആ ഉറപ്പ് ഈ സ്വർഗാരോഹണം നമുക്ക് നൽകുകയാണ്. അവൻ നിരന്തരമായി നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ അനുഗ്രഹിക്കുന്ന കരങ്ങൾക്ക് കീഴെ താഴ്മയോടെ നിൽക്കണം, നമ്മുടെ ജീവിതത്തെ അവന് ഭരമേൽപ്പിക്കണം എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടു, അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി അവതരിച്ച് നമ്മോട് കൂടെ വസിച്ച
മനുഷ്യനായ ദൈവം അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു വലിയ ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള ഉറപ്പ്, പിതാവിനെക്കുറിച്ചുള്ള ഉറപ്പ്, ഈ ലോക ജീവിതത്തിന് അപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ്. തീർന്നില്ല. ആ ജീവിതത്തിലേക്ക്, ആ സ്വർഗത്തിലേക്ക്, ആ പിതാവിൻ്റെ അരികിലേക്ക് യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നത് വഴി, ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നത് വഴി നമുക്കും എത്തിച്ചേരാമെന്ന ഉറപ്പ് നമുക്ക് നൽകുകയാണ് യഥാർത്ഥത്തിൽ സ്വർഗാരോഹണം. അതുകൊണ്ട് സ്വർഗാരോഹണം പ്രത്യാശയുടെ തിരുനാളാണ്. സ്വർഗാരോഹണം ആനന്ദത്തിൻ്റെ തിരുനാളാണ്. ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ട ദിവസമാണിത്. നമ്മൾ വായിക്കുന്നു, ആദ്യ അനുഭവം, സ്വർഗാരോഹണത്തിൻ്റെ ആദ്യ അനുഭവം, അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കണ്ട് അനുഭവിച്ചവരുടെ അനുഭവം എന്താണ്? സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവർ അവനെ ആരാധിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം നൽകാനുള്ളതാണ്. അത് സൃഷ്ടി ആധിപത്യം ദൈവത്തിന് തൻ്റെ മേൽ നൽകിക്കൊണ്ട് സമ്പൂർണമായി ദൈവത്തിന് നൽകുന്ന മഹത്വമാണ്. അങ്ങനെയെങ്കിൽ അവൻ ദൈവമാണ് എന്ന് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കുന്ന മനോഹരമായ അനുഭവമാണ് ആദ്യ സ്വർഗാരോഹണ അനുഭവത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണുക. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം ക്രിസ്തു ശിഷ്യന്മാരിലുണ്ടാക്കിയ ആ മനോഭാവം എന്താണ്? യഥാർത്ഥത്തിൽ താൻ ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞുവോ, എന്തൊക്കെ വെളിപ്പെടുത്തിയോ അതെല്ലാം സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ തന്നെയാണ് ദൈവമെന്ന് അംഗീകരിച്ചുകൊണ്ട് അവർ അവനെ ആരാധിക്കുകയാണ്. രണ്ടാമതായി അവിടെ രേഖപ്പെടുത്തുന്ന വചനം ഇങ്ങനെയാണ്: അത്യന്തം ആനന്ദത്തോടെ അവർ ജെറൂസലേമിലേക്ക് മടങ്ങിയെന്നാണ്. അത്യന്തം ആനന്ദത്തോടെ. സ്വർഗാരോഹണം, ആദ്യ സ്വർഗാരോഹണ അനുഭവം എന്ന് പറയുന്നത് അത്യന്തം ആനന്ദം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. ഇന്ന് സ്വർഗാരോഹണം നമ്മൾ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായും ഇത് വലിയ ആനന്ദത്തിൻ്റെ അനുഭവം നമുക്ക് നൽകണം. സ്വർഗാരോഹണം ആനന്ദത്തിൻ്റെ അനുഭവം നൽകണം. നമുക്കറിയാം, ലൂക്കാസ് സുവിശേഷകൻ 24-ാമത്തെ അധ്യായത്തിൽ നിരാശപ്പെട്ട് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. മുഖം വാടി, ഹൃദയം തളർന്ന് മ്ലാനവദനരായി നീങ്ങുന്ന ആ ശിഷ്യന്മാർ അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ പ്രത്യാശ നഷ്ടപ്പെട്ടവരാണ്. അവർ തിരിച്ചു പോവുകയാണ്. ജെറൂസലമിൽ നിന്ന് അവർ തിരിച്ചു പോവുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടവരാണ്. കാരണം എന്തൊക്കെ അവൻ പറഞ്ഞുവോ, എന്തൊക്കെ അവൻ ചെയ്തുവോ അത് കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിലും അവനെ പിടിച്ച് കുരിശിൽ തറച്ച് അവനെ സംസ്കരിച്ച് അതിൻ്റെ നൊമ്പരവുമായി എല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു നിരാശയോടെ അവർ തിരിച്ചു പോവുകയായിരുന്നു. എന്നാൽ ഇവിടെ അവർ ജെറൂസലേമിലേക്ക് മടങ്ങുന്നത് വലിയ ആനന്ദത്തോടെയാണ്. കാരണം അവൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് അവർ മനസ്സിലാക്കി. സ്നേഹമുള്ളവരെ, സ്വർഗാരോഹണം നമുക്ക് ആനന്ദത്തിൻ്റെ അനുഭവം നൽകണം. നമ്മുടെ നിരാശ നീക്കുന്ന, പ്രത്യാശ നൽകുന്ന, നമുക്ക് സ്നേഹത്തിൻ്റെ ആഴമേറിയ അനുഭവം നൽകുന്ന, നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന മനോഹരമായ ആനന്ദത്തിൻ്റെ അനുഭവമാണ് സ്വർഗാരോഹണം. കാരണം ശിഷ്യന്മാരെ പോലെ ഇന്ന് നമുക്ക് ഈ സ്വർഗാരോഹണത്തിൻ്റെ അനുസ്മരണം നൽകുന്ന ഉറപ്പ് ഇതാണ്: അവൻ എന്തൊക്കെ പറഞ്ഞുവോ അത് സത്യമാണ്. അവൻ പരാജയപ്പെട്ടിട്ടില്ല. അവനെ ആരും പരാജയപ്പെടുത്തിയിട്ടില്ല. മരണത്തിന് പോലും അവനെ കീഴടക്കാനായില്ല. കുരിശ് അവൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. കല്ലറ അവൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. നീതിപീഠങ്ങൾ അവൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. അതെ, സിംഹാസനവും അധിപന്മാരുമൊക്കെ അവൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. ആ പരാജയം നമുക്ക് ഒരു വിജയത്തിൻ്റെ കോശമാണ്. കാരണം അത് സത്യത്തിൻ്റെ വിജയമാണ്, നന്മയുടെ വിജയമാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം നൽകുന്ന ആ ആനന്ദം
ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണർത്താൻ സാധിക്കണം. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നതിൻ്റെ ഉറപ്പ് നമുക്ക് നൽകുന്നതാണ് സ്വർഗാരോഹണം. അവൻ എന്തൊക്കെ പറഞ്ഞുവോ, എന്തൊക്കെ വാഗ്ദാനം ചെയ്തുവോ, അതെല്ലാം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ അനുഭവമാണ്. തുടർന്ന് അവിടെ പറയുന്നത്, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള അവരുടെ ജീവിതം അത് സ്തുതിയുടെ ജീവിതമായിരുന്നു. അത് സ്തുതിയുടെ ജീവിതമായിരുന്നു. സ്തുതി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം നൽകുന്ന വിമോചനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളാണ്. നിത്യമായി വിജയം നൽകുന്ന, വിമോചനം നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ ആ വിമോചനം അനുഭവിച്ചുകൊണ്ട് നിരന്തരം സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ ദേവാലയത്തിൽ ചെലവഴിച്ചു. ഒരു ജീവിത ശൈലി സ്വർഗാരോഹണം നമ്മുടെ മുന്നിൽ വയ്ക്കുകയാണ്. അവർ നിരന്തരം സദാസമയം ദേവാലയത്തിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പള്ളി കെട്ടിയുണ്ടാക്കി അതിനുള്ളിൽ ഇരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അവരുടെ വലിയ വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം, അത് നിരന്തരമായി അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ അവർ ചെല്ലുന്നിടങ്ങളൊക്കെ, അവർ വ്യാപരിക്കുന്ന മേഖലകളൊക്കെ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമുള്ള സ്ഥലങ്ങളായി, സാഹചര്യങ്ങളായി രൂപാന്തരപ്പെടുകയാണ്. അവരുടെ സാന്നിധ്യം ഒരർത്ഥത്തിൽ ദേവാലയം സൃഷ്ടിക്കുകയാണ്. സദാസമയം സകലയിടത്തും ദൈവിക സാന്നിധ്യം നൽകുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന മനോഹരമായ ഒരു അനുഭവമാണ് സ്വർഗാരോഹണ അനുഭവം എന്ന് പറയുന്നത്. ഈ അത്ഭുതകരമായ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് അപ്പസ്തോലന്മാർ നമുക്ക് തിരുവചനത്തിലൂടെ ഈ സത്യത്തെ വെളിപ്പെടുത്തി തരുമ്പോൾ ഇന്ന് പ്രായോഗികമായി നമുക്ക് ഈ സ്വർഗാരോഹണ അനുഭവം യാഥാർത്ഥ്യമാകുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം, ഞാനാണ് മാർഗം. ഞാനാണ് മാർഗം. യേശുക്രിസ്തുവിൻ്റെ ഈ വചനം അക്ഷരാർത്ഥത്തിൽ നമ്മൾ യാഥാർത്ഥ്യമാകുന്നത് കാണുകയാണ് ഈ സ്വർഗാരോഹണ അനുഭവത്തിൽ. ഞാനാണ് മാർഗം. ഞാനല്ലാതെ മറ്റൊരു മാർഗമില്ല. എങ്ങോട്ടുള്ള മാർഗം? പിതാവിലേക്കുള്ള മാർഗം. അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതെ, അവൻ യഥാർത്ഥത്തിൽ മാർഗമായി മാറുകയാണ്. ഞാനാണ് മാർഗം എന്ന് പറഞ്ഞവൻ അക്ഷരാർത്ഥത്തിൽ മാർഗമായി മാറുകയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ്? ഇന്ന് നിസ്സംശയം നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ പറയാൻ സാധിക്കും, അത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഉറപ്പോടെ തിമോത്തിയോസിന് പൗലോസ് എഴുതുന്നത്, ഏക മധ്യസ്ഥനെയുള്ളൂ മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ, അത് യേശുക്രിസ്തുവാണ്. അവൻ മനുഷ്യനും ദൈവത്തിനുമിടയിൽ ഒരു വഴിയായി, ഒരു പാതയായി മാറുകയാണ്. ഒരു പുതിയ പന്ഥാവ് തുറക്കുകയാണ്. ഇനി നമുക്ക് നടക്കേണ്ടത് ഈ വഴിയിലൂടെയാണ്. നമുക്ക് നടക്കേണ്ടത് ഈ വഴിയിലൂടെയാണ്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ആശ്വാസകരമായ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ, യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവൻ നൽകുന്ന സാന്നിധ്യം, നമുക്ക് ലഭിക്കുന്ന ഉറപ്പ് ജീവിതത്തിൻ്റെ ഒരു കെട്ടുറപ്പാണ്, സന്തോഷത്തിൻ്റെ അനുഭവമാണ്. നമുക്കൊന്ന് ചിന്തിക്കാം, വളരെ പ്രായോഗികമായി യേശുവാകുന്ന മാർഗത്തിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യന് അനുഭവിക്കാവുന്ന സൗഭാഗ്യം എന്താണ്? ഒന്നാമതായി, ഈ വഴിയാത്രയിൽ യേശുവാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവൻ അവൻ്റെ എല്ലാ ചുമടുകളും സമ്പൂർണമായി ഏറ്റെടുക്കുന്ന ഒരു ചുമടുതാങ്ങിയായി അവനെ കാണുകയാണ്, അനുഭവിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ പാതയോരത്ത് കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ ചുമടുതാങ്ങികളെ ഇന്നും ചിലയിടത്ത് നമ്മൾ കാണുന്നുണ്ട്. യാത്ര ചെയ്യുന്ന മനുഷ്യന് അവൻ ചുമക്കുന്ന ചുമട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാനുള്ള ചുമട് താങ്ങികളാണ്
അവയെല്ലാം വാഹനങ്ങളില്ലാത്ത കാലത്ത് പദയാത്ര ചെയ്തിരുന്ന മനുഷ്യന് ഭാരമിറക്കി വയ്ക്കാനുള്ള ചുമടുതാങ്ങികൾ വഴിയോരങ്ങളിലുണ്ടായിരുന്നു. ചിലയിടങ്ങളിലൊക്കെ സ്മാരകങ്ങളായി നമ്മളത് കാണുന്നുണ്ട്. യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവന് അവൻ തന്നെയാണ് ചുമടുതാങ്ങി. അതുകൊണ്ടാണ് പറയുക, നിങ്ങളുടെ ഉത്കണ്ഠകൾ എന്നെ ഭരമേൽപ്പിക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകൾ എന്നെ ഭരമേൽപ്പിക്കുക. കവി പാടുന്നത് പോലെ ചുട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ കഴിയേണ്ടവരല്ല നമ്മൾ. ചുട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി അങ്ങനെ ജീവിക്കാനുള്ളവരാണോ നമ്മൾ? യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവൻ, ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൽ വിശ്വസിക്കുന്നവൻ, ക്രിസ്തുവാണ് മാർഗമെന്ന് തിരിച്ചറിയുന്നവൻ, അവന് ചുമട് താങ്ങി അത് യേശുക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ്റെ ചുമട് താങ്ങി യേശുക്രിസ്തുവാണ്. അവൻ്റെ കരങ്ങളിലേക്ക് സകല ഭാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ വഴിയിലൂടെ സുഗമമായി സ്വർഗത്തിലേക്ക്, സ്വർഗപിതാവിൻ്റെ അരികിലേക്ക് എത്തിച്ചേരാമെന്ന ഉറപ്പാണ് സ്വർഗാരോഹണം നമുക്ക് തരിക. രണ്ടാമതായി, ഈ വഴിയാത്രയിൽ യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചുട്ടുപഴുത്ത മരുഭൂമി അനുഭവങ്ങളിലൂടെ ഒരു പക്ഷേ കടന്നു പോകേണ്ടി വരും. അവിടെയൊക്കെ വീണ്ടും ഇത്തിരി തലചായ്ക്കാൻ ഈ മരുഭൂമിയിൽ ഈന്തപ്പന തണൽ പോലുമില്ല എന്ന് വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. പക്ഷേ ഈ യാത്രയിലെ, ഈ മരുഭൂമി യാത്രയിലെ ചുട്ടുപഴുത്ത സാഹചര്യങ്ങളിൽ യേശുക്രിസ്തു നമുക്ക് തണൽ മരമാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ വഴിയാത്രയിൽ, സ്വർഗോന്മുഖമായ യാത്രയിൽ തണൽ മരമായി അവൻ ഉയർന്നു നിൽക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 49 അധ്യായത്തിൽ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് യാക്കോബ് പറയുന്നുണ്ട്, നീ ആറ്റുതീരത്തെ വൃക്ഷം പോലെയാകും. ജോസഫ് ആറ്റുതീരത്തെ വൃക്ഷം പോലെയാകും. പൂർവ്വി യൗസേപ്പ് യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. അക്ഷരാർത്ഥത്തിൽ ആറ്റുതീരത്തെ വൃക്ഷം പോലെ സദാ കായ്ക്കുന്ന, ഫലം പുറപ്പെടുത്തുന്ന, തണൽ നൽകുന്ന, ചേക്കേറാൻ കൂടുകൂട്ടാൻ ഇടം കൊടുക്കുന്ന, ഒരിക്കലും ഉണങ്ങാതെ അങ്ങനെ തളിരിട്ട് നിൽക്കുന്ന ആറ്റുതീരത്തെ വൃക്ഷം പോലെ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് തണൽ മരമായി ഈശോ എന്നും ചൂടിൽ നിന്ന് നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുവാകുന്ന മാർഗത്തിലൂടെ പിതാവിലേക്ക് പ്രയാണം ചെയ്യുന്ന നമുക്ക് യേശുക്രിസ്തു തണൽ മരമാണ്. ഈ യാത്രയിൽ നമുക്ക് എന്നും ആശ്രയിക്കാവുന്ന തണൽ മരമായി യേശുക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. യേശുക്രിസ്തു ഈ വഴിയാത്രയിൽ നമുക്ക് ചൂണ്ടുപലകയാണ്. എങ്ങനെയാണ് ഈശോ നമുക്ക് ചൂണ്ടുപലകയാകുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക? ഈ യാത്രയിൽ യേശുവാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവന് എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ചെയ്യണമെന്ന്, എന്ത് ചെയ്താലാണ് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുക എന്ന് അവൻ വചനത്തിലൂടെ വ്യക്തമായി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഒരു യാത്രയിൽ ചൂണ്ടുപലകകളുണ്ടാകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സൈൻ ബോർഡുകൾ, ചൂണ്ടുപലകകളൊക്കെ നീക്കം ചെയ്താലത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിൽ, പട്ടണത്തിലെ സകല ചൂണ്ടുപലകകളും മാറ്റം ചെയ്താൽ അത് ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടാക്കുക. യാത്രകളൊക്കെ വഴിമുട്ടും, വാഹനങ്ങൾ തെറ്റിസഞ്ചരിക്കും. അപകടകരമാണത്. ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുന്ന മനുഷ്യൻ യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവന് വ്യക്തമായി ദിശാബോധം നൽകുന്ന, കൃത്യമായി അവനെ വഴിതിരിച്ചു വിടുന്ന ചൂണ്ടുപലകകളാണ് ദൈവവചനം, യേശുക്രിസ്തുവിൻ്റെ വചനം. അപ്പോൾ ഈ വഴിയാത്രയിൽ അവൻ നമുക്ക് വചനമാകുന്ന ചൂണ്ടുപലകയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നാലാമതായി,
യേശുക്രിസ്തു ഈ വഴിയാത്രയിൽ നമുക്ക് ട്രാഫിക് സിഗ്നൽ പോലെയാണ്. ഒരു യാത്ര ജംഗ്ഷനിലെത്തുമ്പോൾ പച്ചയും ചുമപ്പും മഞ്ഞയുമൊക്കെ ലൈറ്റുകൾ കത്തുന്ന ട്രാഫിക് സിഗ്നലുകൾ എവിടെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, എന്തെല്ലാമാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്. കത്തി നിൽക്കുന്നത് ചുമപ്പാണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം? പച്ചയാണ് കത്തുന്നതെങ്കിൽ മുന്നോട്ട് പോകാം, മഞ്ഞയാണ് കത്തുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ട്രാഫിക് സിഗ്നലുകൾ വഴിയാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ വ്യക്തമായ വെളിപ്പെടുത്തലുകളിലൂടെ, അവിടുന്ന് നൽകുന്ന ആ സൂചനകളിലൂടെ തിന്മയെ തിരിച്ചറിയാൻ, പതിയിരിക്കുന്ന അപകടങ്ങളെ മനസ്സിലാക്കാൻ, സുഗമമായി മുന്നോട്ട് പോകാൻ ഒക്കെ വ്യക്തമായ ട്രാഫിക് സിഗ്നലുകളായി അവൻ നമ്മുടെ മുന്നിൽ അവതരിക്കുകയാണ്. അത് ഒരുപക്ഷെ ചില വ്യക്തികളിലൂടെയാകാം, ചില അനുഭവങ്ങളിലൂടെയാകാം, ചില വസ്തുക്കളിലൂടെയാകാം, ചില സാഹചര്യങ്ങളിലൂടെയാകാം. ക്രിസ്തു ഇന്ന് അവനെ അനുധാവനം ചെയ്യുന്നവന് ട്രാഫിക് സിഗ്നലുകളായിട്ട് മാറുകയാണ്. നാലാമതായി, ഈ വഴിയാത്രയിൽ ഇരുട്ട് മൂടുമ്പോൾ ക്രിസ്തു നമുക്ക് വഴിവിളക്കായി തീരുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുക യഥാർത്ഥ വെളിച്ചമെന്നാണ്. ഈ ഭൂമിയിൽ ധാരാളം വഴിവിളക്കുകളുണ്ട്. പല വിധത്തിലുള്ള വിളക്കുകളെ നമ്മൾ കാണുന്നുണ്ട്, പ്രകാശം നമ്മൾ ദർശിക്കുന്നുണ്ട്, കത്തിജ്വലിക്കുന്ന സൂര്യൻ മുതൽ ഇങ്ങോട്ട്. എന്നാൽ യഥാർത്ഥ വെളിച്ചം എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവാണെന്ന് തിരുവചനം പറയുമ്പോൾ, അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് വഴിമുട്ടി നിൽക്കാതെ, കുഴിയിൽ വീഴാതെ വഴി നടത്തുന്ന പ്രകാശമായി അവൻ തീരുകയാണ്. മറ്റൊരു സവിശേഷത കൂടെ ഈ പ്രകാശത്തിനുണ്ട്. സൂര്യനിൽ നിന്ന് പ്രകാശം ഏറ്റുവാങ്ങി പ്രകാശിക്കുന്ന ചന്ദ്രനെപ്പോലെ അവൻ പ്രകാശമായവൻ അവനെ അനുധാവനം ചെയ്യുന്നവരെ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ആ വഴിവിളക്കിനെ സ്വാംശീകരിച്ചുകൊണ്ട് വിളക്കുകളായി മാറുന്ന, ജ്വലിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിത്തീരുന്ന ഒരു ജീവിതം തന്നെ അനുധാവനം ചെയ്യുന്ന, യേശുവാകുന്ന മാർഗത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് അവൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആറാമതായി, യേശുവാകുന്ന മാർഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, വഴിയാത്രയിൽ ഏറെ മുന്നോട്ട് പോകുന്ന മനുഷ്യന് ദാഹിക്കുമ്പോൾ അവന് ദാഹശമനത്തിന് ജലമാവശ്യമാണ്. യേശുക്രിസ്തു ഈ വഴിയാത്രയിൽ തന്നെ അനുധാവനം ചെയ്യുന്നവർക്ക് മനോഹരമായ ജല പൈപ്പായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട്. അവൻ നൽകുന്നത് ഒരിക്കലും ദാഹിക്കാത്ത ജലമാണ്. അത് പരിശുദ്ധാത്മാവാകുന്ന ജീവജലമാണ്. യേശുവാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവന് ദാഹിക്കുമ്പോൾ പാനം ചെയ്യാനുള്ള ജലം പരിശുദ്ധാത്മാവാകുന്ന ജീവജലമാണ്. ഈ ജീവജലം പാനം ചെയ്തുകൊണ്ട് ദാഹം പരിപൂർണമായി ശമിപ്പിച്ചുകൊണ്ട് ഈ യാത്ര മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ഉറപ്പ് വീണ്ടും അവിടെ നമുക്ക് ലഭിക്കുകയാണ്. മറ്റൊന്ന്, ഈ യാത്രയിൽ ക്ഷീണിക്കുമ്പോൾ നമുക്ക് വിശ്രമ സങ്കേതങ്ങളുണ്ടാകണം. മനുഷ്യൻ അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്ന പാർപ്പിട സൗകര്യം അവനറിയാം. സത്രത്തിൽ പോലും ഇടം കിട്ടാതിരുന്നതിൻ്റെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവനറിയാം. പാർപ്പിടം അവൻ ആവശ്യമാണ്, മനുഷ്യൻ ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, അവൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങൾ നമുക്ക് പാർപ്പിടമായി തീരുകയാണ് ഈ യാത്രയിൽ. ഒരിക്കലും വിശ്രമ സങ്കേതമില്ലാതെ നീ വിഷമിക്കേണ്ടി വരില്ല എന്ന ഉറപ്പ് ആ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരം നമുക്ക് തരുന്നുണ്ട്. ആ വലതുകരത്തിന് ചുവടെ താഴ്മയോടെ നിന്നുകൊണ്ട് ഈ യാത്രയെ അനുധാവനം ചെയ്ത് യേശുക്രിസ്തു എങ്ങോട്ട് സംവഹിക്കപ്പെട്ടുവോ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം സ്വർഗോന്മുഖമായ ആ വിളിയെ ഏറ്റെടുത്തിരിക്കുന്നവരുടെ ജീവിതമാണ്. പ്രത്യുത്തരിക്കാൻ നമുക്ക് ഈ ജീവിതത്തിൽ
യേശുവാകുന്ന മാർഗത്തിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇത്രയും മനോഹരമായ സുന്ദരമായ പ്രായോഗികമായ അനുഭവങ്ങളും ഉറപ്പും യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം നമുക്ക് തരികയാണ്. നമുക്ക് ആഹ്ലാദിക്കാം. ശിഷ്യന്മാരെ പോലെ ആദ്യ സ്വർഗാരോഹണ അനുഭവം ആനന്ദത്തിൻ്റെ, ആരാധനയുടെ, ദൈവസ്തുതിയുടെ അനുഭവമായിരുന്നെങ്കിൽ ഇന്ന് നമുക്കും ആ ആഹ്ലാദം പങ്കുവയ്ക്കാം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം ആനന്ദപൂർണമായ അനുഭവമായി നമുക്ക് മാറട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദൈവപിതാവിൻ്റെ പക്കലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന നിത്യമായ മാർഗമായി ഞങ്ങൾ അങ്ങയെ കാണുന്നു. ഈ വഴിയാത്രയിൽ ഈശോയെ, അങ്ങ് ഞങ്ങളെ ആനയിക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ നയിക്കുന്ന ആ സംഭവങ്ങൾ ഓരോന്നും ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആനന്ദിക്കുന്നു. അങ്ങയുടെ അപ്പസ്തോലന്മാരെ പോലെ നിത്യമായി അങ്ങയെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ, സ്വർഗാരോഹണ അനുഭവത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ. ആമേൻ.